കെ രമ, ഈ അടിയന്തര പ്രമേയമല്ല, അതിനുള്ള നോട്ടീസ് അവതരണമാണല്ലോ. അത് അനുവദിച്ചാലും നിഷേധിച്ചാലും നോട്ടീസ് അവതരിപ്പിക്കാൻ സാമാജികന് അവകാശമുള്ളതാണ്. മുഖ്യമന്ത്രി അതിന് മറുപടിയും സാധാരണ പറയാറുണ്ട്. ഇത് പെട്ടെന്ന് ജടുതിയിലെല്ലാം അവസാനിപ്പിക്കാൻ സമാനതകളില്ലാത്ത മണം സ്പീക്കർ ഇടപെട്ട കാഴ്ച അങ്ങേയറ്റം അസാധാരണമല്ലേ? എന്തുകൊണ്ടെന്നാണ് താങ്കളുടെ ഒരാലോചന കെ രമ? നോക്കൂ ഹാഷ്മി, തീർച്ചയായിട്ടും നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അനുമതി ചില സമയങ്ങൾ നിഷേധിക്കാറുണ്ട്. പക്ഷെ ആ നിഷേധിക്കുമ്പോൾ അതിന്റെ കാരണം പറയേണ്ടത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആരാണോ ഭരിക്കുന്നത് അതിന്റെ തലവനാണ്. അതിൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അത് പറയാൻ യാതൊരു അധികാരവുമില്ല. സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭയുടെ നാഥനാണ്. ആ നാഥൻ ഗവൺമെന്റ് കാര്യം ചുമതലപ്പെടുത്തി പറയേണ്ട ആളല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് സർക്കാരിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് തന്നെ വളരെയധികം അനൗചിത്യമാണ്. അത് ഞങ്ങളോടൊക്കെയുള്ള അവഹേളനമായിട്ട് തന്നെയാണ് ആ സമയത്ത് ഞങ്ങളത് പറഞ്ഞത്. സഭയെ പോലും അവഹേളിക്കുന്ന ഒരു സമീപനമാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ സഭയിൽ ഇത് അവതരണാനുമതി തന്നു കഴിഞ്ഞാൽ, അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയെ പൊള്ളിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഉത്തരവുണ്ടല്ലോ. ഇപ്പൊ സ്പീക്കർ പറയുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ CPM നേതാക്കൾ പറയുന്ന CPM-ന്റെ റെഡിമെയ്ഡ് ഉത്തരവുണ്ട് എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ട് ഒരു നോട്ടപ്പിശക്, അങ്ങനെ ജില്ലാ ജയിൽ മേധാവിയുടെ ഒരു കത്തുണ്ട്. കെ രമ, അത് ഉദ്യോഗസ്ഥ പിഴവാണ്, ഉദ്യോഗസ്ഥ പിഴവ് സർക്കാർ അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് ആ രണ്ട് വാക്കുകൾ പറയാൻ മടിയെന്തിനാണ് രമ? അതെ, തീർച്ചയായിട്ടും ഹാഷ്മി, അത് മതി. ഇനി ഉദ്യോഗസ്ഥ പിഴവാണ് എന്ന് ഇവര് പറയുന്നുണ്ടെങ്കിൽ പേരിന് അത് സമ്മതിക്കാം. ഉദ്യോഗസ്ഥ പിഴവനാണ് എന്ന് സമ്മതിച്ചാൽ അത് എന്തുകൊണ്ട് പറയാൻ ധൈര്യമുണ്ടായില്ല? അത് തന്നെയാണ് നമ്മുടെയും ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുന്നേറ്റ് ഇത് ഉദ്യോഗസ്ഥ പിഴവാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അത് എങ്ങനെ വന്നു എന്നത് പരിശോധിക്കും, അത് വന്നതിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പറയാത്തത് തന്നെ ഇവർക്ക് ഒളിച്ചു വെക്കാൻ പലതുമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പേര്, അതൊന്നും ഉദ്യോഗസ്ഥന്മാരുടെ പിഴവല്ല ഹാഷ്മി. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 25/11/2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3/6/24 തീയതിയിലെ B1 299/21 ഹോം എന്ന സർക്കാർ കത്താണ്. അപ്പൊ 3/6/24 സർക്കാർ ഒരു കത്ത്, അതെപ്പോഴാണെന്ന് നാം നോക്കണം. നിലവിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു കത്ത് ജയിൽ വകുപ്പിന് സർക്കാർ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ കൂടെ TP കേസിലെ ചില പ്രതികളെയും കൂടി ഉൾപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പരോള് കിട്ടുമോ അല്ലെങ്കിൽ റെമിഷൻസ് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അത് ഉൾപ്പെടുത്താൻ സാധിക്കുക, അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമാണ്. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ ഈ പേര് ഉൾപ്പെടുത്തി? ഇവർക്കറിയാം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അപ്പീൽ വിധി വന്നിട്ട് 20 വർഷത്തിന് ശേഷം അല്ലാതെ ഒരു റെമിഷൻസും പാടില്ല എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുകയും ഈ ലിസ്റ്റിൽ ഈ 3 കൊടും ക്രിമിനലുകളെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമാണ്. അതിന് പിന്നിൽ ഉദ്ദേശം വെച്ചാൽ ഇവർക്ക് പുറത്തുവിടാൻ പാടില്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രതികളോട് അവർക്കുള്ളൊരു സമാധാനം കൊടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ അത് പരാജയപ്പെട്ടു, പൊതുസമൂഹം അംഗീകരിച്ചില്ല, സർക്കാർ നിയമം അംഗീകരിച്ചില്ല, അതുകൊണ്ടാണ്. പക്ഷേ സർക്കാർ അതിന് ശ്രമിച്ചു. ആ ഉത്തരം ഈ പ്രതികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശ്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നക്ഷത്രം പോലെ കേരളത്തിന് മുന്നിലുണ്ട്. ഇത്തരത്തിൽ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് കത്തയക്കുന്നതും സർക്കാരിന്റെ ഈ ഉത്തരവിന്റെ കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കുന്നതും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും കെ രമയോടെന്ന് പറഞ്ഞാൽ മാനദണ്ഡപ്രകാരം ഇരയാക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ കെ രമയോടക്കം കാര്യങ്ങൾ ചോദിക്കടക്കം ചെയ്തിട്ടും സ്പീക്കർ കസേരയിൽ നേയൻ ഷംസീർ പച്ചക്കള്ളം പറയില്ല. എങ്ങനെയാണെങ്കിൽ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അതെങ്ങനെയാണ് സ്പീക്കർക്ക് പറയാൻ കഴിയുക? ശ്രീമതി കെ രമ, നീക്കങ്ങൾ നടന്നു, അതിൽ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരുപക്ഷെ വാർത്ത പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം ആ നീക്കം അട്ടിമറിക്കപ്പെട്ടു, അതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി, നീക്കങ്ങൾ നടന്നു. അത് വാർത്ത പുറത്തു വന്നതിന് ശേഷം നീക്കങ്ങൾ നിന്നിട്ടില്ല ഹാഷ്മി. അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. 22-ാം തീയതിയാണ് ഈ വാർത്ത നിങ്ങൾ ന്യൂസ് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്താണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വലിയ തോതിൽ അത് ചർച്ചയാവുന്നു, സമൂഹം മുഴുവൻ അത് ഏറ്റെടുക്കുന്നു.
ആ 22-ാം തീയതി ഉച്ചയ്ക്കാണ് പോലീസ് മേധാവി ജയിൽ മേധാവി ഒരു പ്രസ് റിലീസ് പുറത്തുവിടുന്നത്. ആ റിലീസിൽ അതിനുശേഷവും അന്ന് വൈകുന്നേരം പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് വന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ പറയുന്നു, ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസ് വളരെ അടിയന്തരമായി അനുവദിച്ചു തരുന്നതിന് താല്പര്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് വന്ന് മൊഴിയെടുക്കുന്നത് അന്ന് വൈകുന്നേരമാണ് ഹാഷ്മി. ഉച്ചയ്ക്ക് പോലീസ് ജയിൽ മേധാവി ഇത് ഇരിക്കുമ്പോൾ ജയിൽ മേധാവിക്ക് നിർദ്ദേശം കൊടുക്കാമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഇനി മുന്നോട്ട് പോകാൻ പാടില്ല. ആ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ വീണ്ടും മൊഴിയെടുക്കാൻ വരില്ലല്ലോ. അപ്പോ അവിടെ നിർത്തിയിട്ടില്ല. അതേ പറഞ്ഞ അതൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മൊഴിയെടുത്തു, അങ്ങനെയാണോ? പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയെ, താങ്കളുടെ പ്രിയങ്കരനായ ഭർത്താവിനെ വെട്ടിക്കൊന്ന കേസിലെ ഈ പറയുന്ന കൊടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിലിരുന്നിട്ടും ചുമ്മാതിരുന്നവരല്ല, ജയിലിരുന്ന് നല്ല നടപ്പ് കാണിച്ചവരല്ല. അവർ പരോളിൽ പുറത്തിറങ്ങി മയക്കുമരുന്നിന് റേവ് പാർട്ടി വയനാട് റിസോർട്ടിൽ നടത്തിയവരാണ്. എന്താണ് ബാംഗ്ലൂരിലെ തോക്കുകടത്ത കേസിലടക്കം പ്രതികളായിട്ടുള്ള കൊടും കുറ്റവാളികൾ. അപ്പോൾ ആ കൊടും കുറ്റവാളി വിട്ടയക്കുന്നതിൽ കെ രമയ്ക്ക് പരാതി ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി പാനൂർ പോലീസ് രമയുടെ വീട്ടുമുറ്റത്ത് കാലുകുത്തി, അങ്ങനെയാണോ? അതെ ഹാഷ്മി, തീർച്ചയായിട്ടും. ഒരു സ്റ്റേഷനിൽ 2 സ്റ്റേഷനിൽ, ചൊക്ലി പോലീസ് സ്റ്റേഷൻ, പാനൂർ പോലീസ് സ്റ്റേഷൻ, ഈ 2 സ്റ്റേഷനിൽ നിന്നും ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് കതിരൂരായിരുന്നു, കതിരൂരിലെ ആളുകൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല എന്ന് മാത്രം. അപ്പൊ 3 ആളുകളും മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മൊഴിയെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ അറിയാതെ വന്നതാണെങ്കിൽ ഈ മൊഴിയെടുക്കാൻ വേണ്ടി പറയില്ലല്ലോ. പ്രത്യേകിച്ചും വിവാദമായത് പുറത്തു വന്ന് ആ വലിയ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടായപ്പോഴും അത് നിലനിൽക്കുമ്പോൾ അന്ന് വൈകുന്നേരമാണ് വരുന്നത് എൻ്റെ വീട്ടിൽ. അന്ന് വൈകുന്നേരം വന്നിട്ടാണ് 6 മണിക്ക് വന്നിട്ടാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ, പാനൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നത്. അപ്പോൾ അതുവരെ അവർക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയ അറിയിപ്പ് ഈ പ്രതികരണങ്ങൾ എടുത്ത് റിപ്പോർട്ട് അടിയന്തരമായി സർക്കാരിലേക്ക് സമർപ്പിക്കണം എന്നതാണ്. അതുകൊണ്ട് പാവം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ മൊഴി രേഖപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല, വളരെ കൃത്യമായ ആലോചന നടന്നിട്ട് തന്നെയാണ് ഇതുണ്ടാക്കിയത്. ഇത് കൊടുക്കില്ലാക്കാൻ പാടുണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ഇവരെ ഉൾപ്പെടുത്തിയതും അതും വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് ഒപ്പമുണ്ട് എന്ന് പ്രതികളെ ബോധ്യപ്പെടുത്തുക, അവരെ സമാധാനപ്പെടുത്തുക എന്നത് തന്നെയാണ്. പ്രതികൾ അസ്വസ്ഥരാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ജയിലിൽ TK രജീഷൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഞങ്ങൾക്ക് ഇതിനും കുറെ കാലം ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇവർ വിചാരിച്ചത് 14 ഈ ഹൈക്കോടതിയിൽ വിധി വരുന്നതിന് മുന്നേ ജയിലിന് തിരിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരിക്കാം അവർക്ക് ചിലപ്പോൾ CPM നേതൃത്വവും അവരുടെ വക്കീലും ഒക്കെ കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല ഹൈക്കോടതിയുടെ വിധി വന്നത് എന്നറിഞ്ഞപ്പോൾ ഇവർ വല്ലാതെ അസ്വസ്ഥരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രജീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതുപോലെ ഞങ്ങൾ കിടക്കുന്നത് പോലെ ഞങ്ങളെ അതിന് പറഞ്ഞയച്ച ആളുകളെയും കിടത്താൻ ഞങ്ങൾക്കറിയാം എന്ന് പല സ്ഥലത്തും പറഞ്ഞു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ട്.